നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രഗത്ഭരായ പ്രമുഖ ക്ലബ്ബുകളുടെ കോച്ചുമാർ തന്നെ ഹോസെ മൊറീഞ്ഞോയുടെ നിലപാടിനെതിരെയൊക്കെ രംഗത്തേക്ക് വരുന്ന ഇന്നലെ നമ്മൾ കണ്ടു. വിനി ജൂനിയർ ക്രിസ്ത്യാനിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന വംശീയ അധിക്ഷേപത്തിനെതിരെ ഫുട്ബോൾ ലോകത്ത് പല കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫിഫയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടപടി നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് CBF വീണ്ടും ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന വാർത്ത ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സമയം ചില അർജൻറ്റീൻ മാധ്യമങ്ങൾ ഇതത്ര വിഷയമല്ല എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോഴാണ് നമ്മൾ മറ്റൊരു വാർത്ത ഇന്നലെ ഇപ്പോൾ കൊമ്പനി പറയുന്നതും സ്ലോട്ട് പറയുന്നതും പെപ്പ് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ ഇതാ ലൂയിസ് എൻറിക്കയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു. എന്ത് പറയുന്നു? വിനീഷ്യസ് ജൂനിയർ ക്രിസ്ത്യാനി ഇൻസിഡൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അത് അത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമായോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് അതാണ്, ഇതിനൊന്നും ഒരു കാര്യമില്ലടോ, നത്തിങ് ഇമ്പോർട്ടൻറ്റ്. ഈ വിഷയത്തിന് തന്നെ ഒരു കാര്യമില്ല. ഞാൻ ഈ ടോപ്പിക്കിൽ എന്ത് പറയാനാണ്? വാട്ട് ക്യാൻ ഐ സേ അബൌട്ട് ദിസ് ടോപ്പിക്? ഇറ്റ്സ് നത്തിങ് ഇമ്പോർട്ടൻറ്റ്. ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു സംഭവം. ഒരുത്തൻ എന്തോ വിളിച്ചു, ആ ഒരു ടോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതങ്ങ് വിട്ട് കളയുന്നേ, വി ക്യാൻ ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. ക്രിസ്ത്യാനി വേണമെങ്കിൽ മാപ്പ് പറയട്ടെ, ലെറ്റ് ക്രിസ്ത്യാനി അപ്പോളജൈസ്, ദാറ്റ്സ് ഓൾ. അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നുമില്ല. ഒരുത്തൻ എന്തോ വിളിച്ചാൽ മാപ്പ് പറഞ്ഞ് തീർക്കുക, വിടുക. ഇതാണ് വേണ്ടെന്നാണ് ഈ വംശീയ അധിക്ഷേപത്തിൽ ലൂയിസ് എൻറിക്ക എടുക്കുന്ന നിലപാട്. ഏതായാലും ഇതിൽ യുവേഫ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. റയൽ മാഡ്രിഡ് അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തെളിവുകളും മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെൻഫിക്ക അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് അവരുടെ പ്ലെയറെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനി ഇപ്പോൾ ഞാൻ വംശീയ അധിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ മറ്റൊരു അധിക്ഷേപം, ഹോമോഫോബിക് ആയിട്ടുള്ള അധിക്ഷേപമാണ് നടത്തിയത് എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എന്ത് തീരുമാനമാണ് യുവേഫ എടുക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രമുഖ ഫുട്ബോൾ പണ്ഡിറ്റുകൾ, മുൻകാല താരങ്ങൾ അടക്കം പറയുന്നത് നോക്കാം, യുവേഫക്ക് വെറും വാക്കുകളല്ല, ഞങ്ങൾ ചെയ്ത് കാണിക്കും എന്ന് കാണിക്കാനുള്ള കൃത്യമായ സമയമാണിത്, നടപടികൾ വരട്ടെ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.